അപ്പൊ നമ്മൾ ഒരു അടിപൊളി ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഫിഷ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നല്ല ആവോലി കിട്ടിയിട്ടുണ്ട്. ആവോലി കൊണ്ട് രണ്ടായിട്ടുള്ള ഒരു ബിരിയാണി നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം തന്നെ നമ്മൾ ഈ മസാല തേച്ച് വെച്ച് ഈ ഒരു മീന് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ആദ്യം അപ്പൊ ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യേണ്ടതാണ്. നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ ഏകദേശം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നല്ല കറിവേപ്പില ഇങ്ങനെ ഇരിയിട്ട് അതിലേക്ക് കൊടുക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മസാല തേച്ചിട്ട് മീൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഇതിലേക്ക് എല്ലാം ഇങ്ങനെ ഇട്ട് പൊരിച്ചെടുക്കുക. ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ മീൻ അവിടെ പൊരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് അതിന്റെ ആവശ്യമുള്ള ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളെ മസാലക്കുള്ള ബിരിയാണിന്റെ മസാലക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്യാവശ്യം എല്ലാം റെഡി ആയിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മളെ മീൻ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. മസാലക്കുള്ള പരിപാടിയിലാണ്. ആദ്യം തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു വലിയൊരു വെന്തന്നെ ആയിക്കോട്ടെ. നമുക്ക് മീനായതുകൊണ്ട് ഒന്ന് നല്ലപോലെ വേണ്ടതുകൊണ്ട് വലിയൊരു ചെമ്പന്നെ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടായിട്ട് ആവശ്യമുള്ള എണ്ണ വെച്ച് കൊടുക്കാം. മസാലക്ക് ആവശ്യമുള്ള എണ്ണ നമുക്ക് എണ്ണ ചൂടായതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൽ നമ്മൾ മീൻ പൊരിച്ച് വെച്ച ആ ഫ്രൈ പാനിൽ ഇതുപോലെ എണ്ണ ഉണ്ടാവും. ഈ പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അതും കൂടി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ഈ മസാലയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഇതളും കൂടി കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചെയ്യാം. നമുക്ക് അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അരിഞ്ഞു വെച്ച തക്കാളിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ഒരു ഭാഗത്ത് നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് നെയ്ച്ചോറും വെക്കാം. ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാം, പെട്ടെന്ന് നെയ്ച്ചോറ് വെക്കാം. അതിന് ആദ്യമായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കേണ്ടതുണ്ടല്ലോ. ഇതിൽ നിന്ന് കുറച്ച് നെയ്യും ഇത് രണ്ടിലും ആണ് നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കേണ്ടത്. ആവശ്യമുള്ള നെയ്യ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, നെയ്ച്ചോറ് വെക്കണതിൽ എന്തിനാ പഞ്ചസാര എന്ന് ആലോചിക്കുന്നത് അല്ലേ. ഈ ഉള്ളി പൊരിച്ചെടുക്കണതിലേക്ക് നമ്മൾ ഒരു ഇത്തിരി പഞ്ചസാര ഇട്ടാൽ അതിൻ്റെ ഗുണം എന്താ അറിയോ, നല്ലപോലെ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉള്ളി കിട്ടോ. പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും പഞ്ചസാര എത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ചൂടായിട്ടുണ്ടാവും എണ്ണ. അതിലേക്ക് നമ്മൾ നല്ല എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാം. അപ്പോഴേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വെച്ച മസാല എന്തായിട്ടുണ്ടെന്ന് നോക്കാമല്ലോ. എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. മാഷാഅല്ലാ, മസാലൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചൂടിൽ ഇങ്ങനെ ഇട്ടെടുത്താൽ മതി. ഓവർ ചൂടാൻ പാടില്ല. ഓവർ ചൂടാകുമ്പോൾ അടിയിൽ പിടിക്കും. എന്ത് ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം മസാല ഇളക്കി കൊടുക്കണതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പിന്നെ ഈ ഉള്ളി ഉണ്ടല്ലോ, പൊരിക്കാണ്ട ഉള്ളി, അതും അടിയിൽ പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ട് നമ്മൾ വളരെ തകൃതിയായിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നീക്കേണ്ടത്. കാരണം ശ്രദ്ധ നല്ലപോലെ ഇതിൽ തന്നെ കേന്ദ്രീകരിക്കണം. നമ്മൾ ഇതിലേക്കുള്ള മസാല ഇട്ടാണ് ഈ ഒരു സ്പൂണിൻ്റെ ഒരു ഹാഫ് ഇതാ, ഈ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, മഞ്ഞപ്പൊടി ഇടാം. അതുപോലെ തന്നെ ബിരിയാണിൻ്റെ മസാല ഉണ്ടോ, ഈ ഒരു ചെറിയ സ്പൂണിന് ഒരു ഫുള്ളായിട്ടുള്ള സ്പൂണ് ഇത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, നല്ലപോലെ മസാല ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടോ. ഈ മിക്സിംഗ് ആണ് ഈ ബിരിയാണിൻ്റെ ശരിക്കും മെയിൻ ടേസ്റ്റ് വരിക. ഈ മിക്സിങ്ങിലാണ് കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണത്. ഒരു നുള്ള് മല്ലിപ്പൊടി, ചെറിയ പീസ് ലെമൺ നല്ലപോലെ ഇതിലൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഓക്കെ, കുറച്ച് കുരുമുളകിൻ്റെ പൊടി കേട്ടോ. സബാദി മറായിൻ്റെ ആണെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും. ഒറ്റ സ്പൂൺ ഇതേപോലെ, അതായത് നമ്മളെ നാടൻ തൈരൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ഉഷാറാവും. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, മല്ലിയിലയും പുതിനയും നല്ലപോലെ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ലപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശം പിന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ ഒന്ന് കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി അതിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം അരിഞ്ഞു വെച്ച് നമ്മളെ ക്യാരറ്റ് അതിലേക്ക് ഇടുക. അതൊന്ന് കൂടുതൽ അതിൽ എണ്ണയിലിട്ട് വെക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലായാലും കരിഞ്ഞു പോകും. ഏകദേശം ഒരു പാകമാകുമ്പോൾ നമുക്ക് കോരി ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ആ മസാലയിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച മീൻ ഇങ്ങനെ ഓരോന്നായിട്ട് നല്ല ഇതിലേക്ക്. എന്നിട്ട് നമ്മൾ ഈ മീനിൻ്റെ മുകളിലേക്ക് ഈ മസാല ഉണ്ടല്ലോ, കുറച്ച് മസാലകൾ ഈ മീൻ നമ്മൾ വെച്ചതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുത്താൽ മീൻ ഇങ്ങനെ കവർ ചെയ്താണ്. മുകളിൽ താഴെയായിട്ട് ഇങ്ങനെ കവർ ചെയ്താണ്. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി നെയ്ച്ചോറ് വെക്കുന്ന പരിപാടിയിലേക്കാണ് ഇനി പോകുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ച ചെയ്യണമെന്നുണ്ടല്ലോ, അതിലാണ് നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ പോകുന്നത്. അത് നമ്മൾ ധാരാളമാണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എണ്ണ ചൂടായതിനു ശേഷം പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്ക
ആവശ്യത്തിനുള്ളത് നമ്മൾ എത്രയാണ് ചോറ് വെക്കുന്നത് അതിനകത്തുള്ള വെള്ളം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ചിതാ ഒരു പാകത്തിലുള്ള ഒരു ഉപ്പ് അതിലിട്ട് കൊടുക്കുക. നല്ല കയമ്പൻ്റെ അരിയാണെങ്കിൽ പൊളിക്കും. അതുപോലെ ഒന്ന് കഴുകിയിട്ട് അപ്പോൾ നമ്മൾ അരി ഇടാൻ പോവാണ്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ്. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് പണി. സൈഡായിട്ട് കുക്കമ്പറും തക്കാളിയും ഉള്ളിയും ക്യാപ്സിക്കോ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ലൈമോൺ വെച്ചാൽ അടിപൊളി ഒരു സലാഡാവും. നെയ്ച്ചോറ് ഒക്കെ റെഡി ആക്കിയിട്ട് കേട്ടോ. ഇനി നമ്മൾ ദമ്മിടാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് റെഡിയാക്കി വെച്ച ചോറ് നെയ്ച്ചോറില്ല അതിങ്ങനെ നല്ലപോലെ ഒന്ന് കോരി എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിൻ്റെ മേലെ മെല്ലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ടൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കുറച്ച് ലെമണും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും നമുക്ക് മിക്സി കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് ഒരു ചെറിയൊരു കളർ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയെല്ലാം കൂടെ ഉള്ളത് മിക്സ് ചെയ്ത് വെച്ചത് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കാം. മല്ലിയിലേ അവസാനമായിട്ടുള്ള പരിപാടിയാണ് ബിരിയാണിൻ്റെ. മല്ലിയില നല്ലപോലെ എന്ത് ചെയ്യുക സൈഡിൽ ഇട്ട് കൊടുക്കുക. സാധാരണ ഞാൻ ദമ്മിടുമ്പോൾ പിന്നെ മൈദ വെച്ചിട്ട് നല്ലപോലെ സ്ട്രോങ് ആയിട്ട് ദമ്മ് വെക്കലുണ്ട്. പക്ഷെ ഇതിന്നിപ്പോൾ ചെറിയ പരിപാടിയല്ലേ, ഒരു 2 ആൾക്കുള്ള ചെറിയ 4 ഗ്ലാസ് വെള്ളത്തിൻ്റെ പരിപാടി ആയതുകൊണ്ട് നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഫോയിലാണ് കേട്ടോ. അലൂമിനിയം ഫോയിൽ ആണ് ഉപയോഗിക്കുന്നത്. ആവി പുറത്തേക്ക് വരാത്ത രീതിയിൽ ഫുള്ള് കവർ ചെയ്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ ഇതേപോലെ ദമ്മാക്കി വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ ബിരിയാണിൻ്റെ ദമ്മ് പൊട്ടിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണാൻ പോകുന്നത്. നല്ല വേവായിട്ടുണ്ടാവുന്നതാണ്. ഏകദേശം ഒരു 10-12 മിനിറ്റുകളായിട്ടുണ്ട്. മാഷാഅല്ലാഹ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കങ്ങനെ കഴിച്ചു നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയുള്ളൂ. മസാല കൂട്ടാതെ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലുള്ള ചോറുണ്ടല്ലോ, ചോറ് മാത്രം നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് കൊണ്ട് മാറ്റാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നല്ലപോലെ ചോറിന്ന് നല്ലപോലെ ഇതിൻ്റെ കുറച്ച് ചെറിയൊരു മസാല എണ്ണയെല്ലാം കൂടി ഉണ്ടാവും. എല്ലാം കൂടി കൂട്ടിയിട്ട് നല്ലൊരു മിക്സ് ചെയ്യാം. അപ്പം നമ്മളിനി സെർവ് ചെയ്യാൻ പോവാണ്. എല്ലാ മസാലയൊക്കെ ഒരു പ്ലേറ്റിലേക്കും അതുപോലെ തന്നെ ചോറ് വേറെ പ്ലേറ്റിലേക്കൊക്കെ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പോകാം. നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് കഴിച്ചു നോക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത്, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി ബിരിയാണി.